റഷ്യയിലെ കൽമിഗിയ റിപ്പബ്ലിക്കിൽ ഒരാഴ്ച നീണ്ടുനിന്ന പ്രദർശനത്തിന് ശേഷം ബുദ്ധഭഗവാന്റെ പവിത്രമായ തിരുശേഷിപ്പുകൾ ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ഭാരതത്തിന്റെ സ്വത്തായ ഈ തിരുശേഷിപ്പുകൾ ആചാരങ്ങളോടെയാണ് ഒരാഴ്ചത്തെ പ്രദർശനത്തിന് ശേഷം മടക്കി കൊണ്ടുവന്നത്. 2025 ഒക്ടോബർ 11 മുതൽ 18 വരെയായിരുന്നു പ്രദർശനം. അതിനുശേഷം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള ഭാരത പ്രതിനിധി സംഘം ഞായറാഴ്ച കൽമിഗിയുടെ തലസ്ഥാനമായ എലിസ്റ്റയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. സാംസ്കാരിക മന്ത്രാലയം, അന്താരാഷ്ട്ര ബുദ്ധമത കോൺഫെഡറേഷൻ, നാഷണൽ മ്യൂസിയം, ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രദർശനം സമാനമായ ബുദ്ധമത പൈതൃകം ആഘോഷിക്കുന്നതിനും ഭാരതത്തിലെയും റഷ്യയിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. പ്രദർശനത്തിന്റെ സമാപനം കുറിക്കുന്നതിനായി ബുദ്ധശാക്യമുനിയുടെ സുവർണ വിഹാരം എന്നറിയപ്പെടുന്ന എലിസ്റ്റയിലുള്ള സെൻട്രൽ ടെമ്പിളിൽ ഒരു പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചു. ആദരണീയരായ സന്യാസിമാരെയും ഭക്തരെയും അഭിസംബോധന ചെയ്യവേ പരിപാടി സൃഷ്ടിച്ച സ്വാധീനത്തെക്കുറിച്ച് ലഫ്റ്റനന്റ് ഗവർണർ സിൻഹ വിവരിക്കുകയും ചെയ്തു. പരസ്പര ധാരണ വളർത്തുന്നതിനും വിശ്വാസവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിനും സമാനമായ ആത്മീയ അനുഭവങ്ങളിലൂടെ ശാശ്വതമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള നമ്മുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നതായിരുന്നു ഈ പ്രദർശനമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി. ഭൗതികാവശിഷ്ടങ്ങൾ തിരിച്ചെത്തിയെങ്കിലും കൽമിക്കിയയിലെ ഭഗവാൻ ബുദ്ധന്റെ ശാശ്വത സാന്നിധ്യം സാധകരെ ആത്മീയ ഉണർവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൽമിക്കിയയിലെ ജനങ്ങൾക്ക് സന്തോഷവും ആത്മീയ സാഫല്യവും പകർന്ന കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ സമയത്തെ ചരിത്രപരവും അനുഗ്രഹങ്ങളും നിറഞ്ഞതുമായ കാലഘട്ടമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. തന്റെ പ്രസംഗത്തിലൂടെ ഭഗവാൻ ബുദ്ധന്റെ ദർശനങ്ങളുടെ കാലാതീതമായ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിക്കവേ കാരുണ്യം, ജ്ഞാനം, നീതി എന്നീ തത്വങ്ങളിൽ അടിയുറച്ച ഒരു ലോകം കെട്ടിപ്പടുക്കാൻ മാനവരാശിയോട് ലഫ്റ്റനന്റ് ഗവർണർ സിൻഹ ആഹ്വാനം ചെയ്തു. ദയാപൂർണവും എല്ലാ വിവേചനങ്ങളിൽ നിന്നും മുക്തവും മനുഷ്യനും പ്രകൃതിയും സമരസപ്പെട്ട് ജീവിക്കുന്നതുമായ ഒരു ലോകം നാം കെട്ടിപ്പടുക്കണം. ബുദ്ധദർശനങ്ങൾ മാനവരാശിക്ക് ഈ ദിശയിൽ വഴികാട്ടിയായി വർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതവും റഷ്യയും തമ്മിലുള്ള സാംസ്കാരികവും ആത്മീയവുമായ വിനിമയങ്ങൾ പ്രധാന മുൻഗണനയാണ്. സമാധാനം, ആത്മീയ ചിന്ത, സാനുകമ്പ ജീവിതം എന്നീ ശാശ്വത മൂല്യങ്ങളിലുള്ള സമാനമായ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് എന്നും പരിപാടിയുടെ നയതന്ത്ര പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. പവിത്രമായ തിരുശേഷിപ്പുകളുടെ വിജയകരമായ പ്രദർശനം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആത്മീയ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ സഹായകമായി. ഭാവി തലമുറകൾക്ക് സമാധാനവും ആത്മീയ ഉണർവും പകരുന്ന പൈതൃകവും പൊതുദർശനവും പ്രദർശനം ശക്തിപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ആത്മീയ ബന്ധത്തിന്റെ കണ്ണി അത് വീണ്ടും ദൃഢമാക്കിയിരിക്കുകയാണ്. ബുദ്ധമത സ്ഥാപകനായ ശാക്യമുനിയുടെ പവിത്രമായ കപിലവാസ്തു അവശിഷ്ടങ്ങൾ റഷ്യൻ മണ്ണിൽ എത്തിച്ചത് മറ്റൊരു അവസരം കൂടിയായി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്ന ഒന്നായിരുന്നു ഈ പ്രധാന നീക്കം. പരസ്പര ബഹുമാനത്തിന്റെയും പങ്കിട്ട പൈതൃകത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണിത്. റഷ്യയിലെ കൽമിഗിയ റിപ്പബ്ലിക്കിലേക്ക് എത്തിച്ച ഈ തിരുശേഷിപ്പുകൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൽ പുതിയൊരു വെളിച്ചം പരത്തുകയാണ്. ബുദ്ധന്റെ തിരുശേഷിപ്പുകൾക്ക് പുറമെ ഇന്ത്യ നിരവധി സാംസ്കാരിക സംഭാവനകളും റഷ്യയ്ക്ക് നൽകുന്നുണ്ട്. 2-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ 16 ബുദ്ധമത പുരാവസ്തുക്കളുടെ പകർപ്പുകൾ, ശിലാപ്രതിമകൾ, ബേസ് റിലീഫുകൾ ഇന്ത്യ സംഭാവന ചെയ്തു. കൂടാതെ ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ പുരാതന സംസ്കൃത കൈയെഴുത്തു പ്രതികളുടെ പകർപ്പുകളും കൈമാറി. ഈ പകർപ്പുകൾ പാൽമോവ മ്യൂസിയത്തിലെ സ്ഥിരം ശേഖരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.